Good morning. Good morning, ma'am. Good morning. Morning, ma'am. നിങ്ങൾ prayer കഴിഞ്ഞോ? ഇല്ല മാം, ഞാൻ ചൊല്ലാം മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. സോറി, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ പൂവിനും കാരണനായുള്ള തമ്പുരാനെ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ പൂവിടും കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മേ എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ പൂവിനും കാരണനായുള്ള തമ്പുരാന്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? കോട്സ് ഉണ്ട്. ജീവിതം ഒരു സൈലന്റ് മൂവി ആയാലും ചിരിയുടെ ശബ്ദം കൂട്ടുന്ന സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുഞ്ചിരി തിരികെ കൊണ്ടുവരുന്നത്. ചാർലി ചാപ്ലിൻ. സൈനും തോട്ട് ഓഫ് ദ ഡേയും കൂടെ ഒരുമിച്ച് അല്ലെ? ഓക്കെ, സോ എനിക്ക് ആദ്യം നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത് 10ഉം 11ഉം കൂടെ കമ്പൈൻഡ് ആയിട്ട് കയറിയിട്ടുണ്ടോ? 10ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതായിരുന്നു എടുത്തത്? 10ന് ലാസ്റ്റ് ക്ലാസ് ഏതായിരുന്നു? റോൾസ് ആണ് മാം എടുത്തത്. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ റോൾസ്. ഓക്കെ, 11 നമ്മൾ എവിടെ വരെ? മോണ്ടിസോറി ടൈംസിലെ മാം ഇൻട്രൊഡക്ഷൻ പോലെ അഡാപ്റ്റേഷൻ ഡെവലപ്മെന്റ് ഒക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ് മീൻസ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ? 7 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ല മാം. 7 ഉണ്ട്. സോ കമ്പൈൻ ക്ലാസ് മീൻസ് ഓക്കെ. എനിവേ, ഞാൻ ജസ്റ്റ് റോൾസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ 7ലെ ഒരു ടോപ്പിക് ആണ്. അത് പറഞ്ഞ് അത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരും. അത് പറഞ്ഞതിന് ശേഷം ടേംസിലേക്ക് പോവാം. എന്നിട്ട് പിന്നെ 11ന് മാത്രമായിട്ട് പിന്നീട് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ക്ലാസ് വെക്കാം. അത് നൈറ്റ് നിങ്ങൾ നൈറ്റ് വെക്കും, അല്ലെങ്കിൽ കമ്മിങ് ക്ലാസ്സസ് തീർക്കണം. 10 11 ഒരുമിച്ച് എക്സാം ആണല്ലോ. നൈറ്റിൽ നമുക്ക് പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് പോവാം. ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, റോൾസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. കണക്റ്റഡ് അല്ല, അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പൊ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ ആദ്യം. സർക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഇനി സ്റ്റാർട്ട് ചെയ്യണ്ടേ? എന്തോ? മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് വർക്ക് സർക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇനി വരുന്നത്.
നൈറ്റിൽ ഞാൻ യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10-ലുള്ളവർക്ക് ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ. ഓക്കെ, ഓൾറെഡി നിങ്ങളുടെ കഴിഞ്ഞ അത് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, അതൊക്കെ ഞാൻ എടുക്കും. എന്നിട്ട് ഞാൻ നേരെ യൂണിറ്റ് 10-ലേക്ക് പോകും. പേജ് നമ്പർ ഒന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. 149. ഓക്കെ, വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ. നമ്മൾ പറഞ്ഞ ഒരു മോണ്ടിസോറി, എപ്പോഴും ഈ ഒരു ചാപ്റ്റർ വന്നപ്പോഴല്ല അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടത് ഒബ്സർവേഷൻ ആണ്. കുട്ടികൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ അവരെ ഇന്ററപ്റ്റ് ചെയ്യുകയും ചെയ്യരുത്. ആ രീതിയിൽ അവർ അറിയാതെയുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. നിങ്ങൾ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോൾ, അതായത് ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അവിടെ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാകും, ശരിയാണ്. പക്ഷെ മോണ്ടിസോറി മെത്തേഡ്, പ്യുവർ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ലെസൺ പ്ലാൻ അല്ല, ടീച്ചിങ് മാനുവൽ ആണ് ചെയ്യുന്നത്. നമ്മളിവിടെയൊക്കെ സ്കൂളുകളിൽ, ഈവൻ മോണ്ടിസോറി സ്കൂളുകളിൽ പോയാലും അവർ കുറച്ച് ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ചില കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ അവിടെ ലെസൺ പ്ലാൻ. എനിക്ക് പിന്നെ പ്യുവർ മോണ്ടിസോറി മെത്തേഡ് ആയിരുന്നു. ടീച്ചിങ് മാനുവൽ മാത്രം എഴുതിയാൽ മതിയായിരുന്നു. കുട്ടികളെ ഒബ്സർവ് ചെയ്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു അനാലിസിസ് പോലെ എഴുതി വെക്കണം. ഓരോ കുട്ടിയെ കുറിച്ചും എഴുതി വെക്കണം. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഏതും, ഒരു കുട്ടിക്കാണ് ആക്ടിവിറ്റി കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒബ്സർവേഷൻ എഴുതി വെക്കും. വർക്ക് സൈക്കിൾ ആൻഡ് ഒബ്സർവേഷൻ, ഇത് ഞാൻ വായിച്ചൊന്നും പോകുന്നില്ല, ഞാനൊന്ന് ബ്രീഫ് ചെയ്യുവാണ്. മോണ്ടിസോറി മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ് പല ആളുകളും അറിഞ്ഞ് പലപ്പോഴും മറിയാം മോണ്ടിസോറിയുടെ സ്കൂള് കാസാഡി പാമ്പിനി വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് പല ആളുകൾ. അങ്ങനെ മറിയാം മോണ്ടിസോറിയുടെ ഒരു കൊളീഗ് അല്ലെങ്കിൽ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേറ്റ് ഒരിക്കൽ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോണ്ടിസോറി കുട്ടികളെ നോക്കുന്നത് ഒരു പ്രകൃതി സ്നേഹി, ഒരു നാച്ചുറലിസ്റ്റ് ഈ ചെറിയ ഇൻസെക്ട്സുകളൊക്കെ ഉണ്ടല്ലോ, ബീസ്, അങ്ങനെയുള്ളതിനെ നോക്കുന്ന പോലെയാണ്. നാച്ചുറലിസ്റ്റുകളൊക്കെ അങ്ങനെയാണല്ലോ, പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. മറിയാം മോണ്ടിസോറിയും ഈ ഒരു എൻവയോൺമെന്റിൽ കുട്ടികളെ ഒബ്സർവ് ചെയ്തിരുന്ന അതുപോലെയായിരുന്നു. വളരെ കീൻ ഒബ്സർവേഷൻ ആയിരുന്നു, കോൺസെൻട്രേഷനോട് കൂടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ആ ഒബ്സർവേഷനിലൂടെയാണ് അവരെ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രിബ്യൂഷൻ, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഡിസ്കവറി ഓഫ് ചൈൽഡ്, ഈ ഒരു ബുക്ക്. ഓക്കെ, ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഒരു ബുക്കിൽ അവര് പറയുന്നുണ്ട്. കുട്ടികൾ ഓരോ മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, കുട്ടികൾ എന്തതിൽ ലേൺ ചെയ്തു, അതെല്ലാം അവരുടെ ആ ഒരു ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്നുള്ള ആ ഒരു ബുക്കിൽ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മോണ്ടിസോറി മെത്തേഡിലൂടെ കുട്ടികൾ സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്നുള്ള ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു കുട്ടിയുടെ, അതായത് ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വലിന്റെ ഹോൾ പേഴ്സണാലിറ്റി അത് ഡെവലപ്പ് ചെയ്യുവാണ്. അത് പല പല ആക്ടിവിറ്റീസിലൂടെ, മോട്ടോ ഡെവലപ്മെന്റ്സിലൂടെ, സെൻസറി, അതായത് അവരുടെ ഫിസിക്, മോട്ടോ ഡെവലപ്മെന്റിൽ ഫിസിക്, അവർ നടക്കുന്നത്, ഓടുന്നത്, അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അവർ നിൽക്കുന്നത് എല്ലാം അതുമായി റിലേറ്റഡ് ആണ് മോട്ടോ ഡെവലപ്മെന്റ്. പിന്നെ സെൻസറി ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ആക്ടിവിറ്റി, അങ്ങനെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ് കുട്ടികളിൽ ഈ ഹോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും നമുക്ക് കുട്ടികളെ ഒബ്സർവ് ചെയ്താലാണ് കൂടുതലായിട്ട് അവർ എന്തെല്ലാം രീതിയിലുള്ള ഡെവലപ്മെന്റ് അവർക്ക് പോസിബിൾ ആയി, എന്തെല്ലാം കാര്യങ്ങൾ അവർ ലേൺ ചെയ്തു എന്നുള്ളത് കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ടീച്ചിങ് മാനുവലിന്റെ വളരെ ഇമ്പോർട്ടൻസ് മോണ്ടിസോറി മെത്തേഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം കുട്ടികളുടെ സെൻസിറ്റീവ് പീരീഡ് ആണ്. അതിലൂടെയൊക്കെ പോകുമ്പോൾ അവർ പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് കുട്ടികൾ കാണിക്കാം. അത് ഓരോ കുട്ടിയുടെയും ഓരോ രീതിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഇത് നോട്ട് ചെയ്ത് വെക്കുന്നതും ഇൻഡിവിജ്വൽ ബേസ്ഡ് ഒബ്സർവ് ചെയ്തതും. ചിലപ്പോൾ അവര് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ ഹോൾ ഗ്രൂപ്പിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലിനെ ഒബ്സർവ് ചെയ്യും. എന്തിനാണ് ഓരോ ഇൻഡിവിജ്വലും ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് മനസ്സിലാക്കാൻ. ഓക്കെ, പലപ്പോഴും ഞാൻ എവിടെയോ കുറെ നാളുകൾക്ക് മുമ്പ് കേട്ടോ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോ, അതായത് പാരന്റിങ്ങിന്റെ വരുന്നൊരു ക്ലാസ് ആണ്. ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോ അത് ക്ലാസ് എടുത്തിരുന്ന ഒരാള് പറയണ്ടായി, കുട്ടികളെ അവരുടെ പേര് നമ്മൾ ഷൗട്ട് ചെയ്ത് വിളിക്കണം. അതായത് കുട്ടികൾ എന്തെങ്കിലും എന്താ പറയാ അൺസോഷ്യബിൾ ആയിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അവരെ ഭയങ്കരമായിട്ട്, അതായത് അവരെ പേടിപ്പിച്ച് വിളിക്കണം. എനിക്ക് അന്ന് കേട്ടപ്പോഴും എനിക്ക് അതിനോട്
അത്ര ഒരു ഇത് തോന്നിയില്ല. അങ്ങനെ അവരെ നമ്മൾ വിളിക്കണം. ഒരു നമ്മുടെ വാക്കുകളിൽ ആ ഒരു അവർ ചെയ്യുന്ന രീതി എന്താണ് അതുപോലെ വരണം. പക്ഷെ ഇതുപോലെ ഷൗട്ട് ചെയ്ത് അവര് വിറച്ചു പോകുന്ന രീതിയിൽ വിളിക്കുന്നതിനോട് എനിക്കന്ന് താല്പര്യം തോന്നിയില്ല. അന്നൊന്നും ഇങ്ങനെ ഒന്നും പറയില്ല. പക്ഷെ ഇന്നാണെങ്കിൽ ആരെങ്കിലും അങ്ങനെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പബ്ലിക്കലി അവിടെ എണീറ്റ് നിന്ന് പറയും അത് ശരിയല്ല എന്നുള്ളത് പറയും. കാരണം അത് ശരിയല്ല എന്നുള്ളത് കറക്റ്റ് ബോധ്യമായതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്യുകയോ അവരോട് ഭയങ്കര എന്താ പറയാ സിവിയർ ആയിട്ട് ബാഡ്നെസ് ആ ഒരു സിവിയർ രീതിയിൽ അവരെ വഴക്ക് പറയുന്ന രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. നമ്മൾ ശരിയായ രീതിയിൽ ഒബ്സർവ് ചെയ്ത് അവർക്കൊരു അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ അവരൊരു ഈവിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പൊ നമ്മൾ ഇടപെടണം. മോണ്ടിസോറി എൻവയോൺമെന്റ് ആണെങ്കിൽ അത് പറയാൻ മോണ്ടിസോറി പറയുന്നുണ്ട്, ഈവിൾ ആയിട്ടുള്ളത് നടക്കുവാണെങ്കിൽ ആ സമയത്ത് തന്നെ അത് അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. കുട്ടികൾ ചിലപ്പോൾ അറിയാതെ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അവർക്ക് പലതും മനസ്സിലാകാതെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് അപ്പൊ തന്നെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കാം. ഇതെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് കിട്ടുള്ളൂ. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് അവരറിയാതെ വേണം അവരെ ഒബ്സർവ് ചെയ്യാനായിട്ട്. നമ്മൾ അവരോട് ഇന്ററാക്ട് ചെയ്യാൻ പോകരുത്. പക്ഷെ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഒരു അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ നമ്മളെ വിളിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി പോവാം. പിന്നെ അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യാൻ കുട്ടി ആയിട്ടില്ല, ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് കുട്ടി വന്നിട്ടില്ല എന്ന് കണ്ടാലും നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാം. ഒബ്സർവ് ചെയ്യുമ്പോൾ അവൻ എന്തെല്ലാം ഇൻസ്പയർ ചെയ്യുന്നു, അവന്റെ ഇൻട്രസ്റ്റ് ഏതെല്ലാം കാര്യങ്ങളിലാണെന്നുള്ളത് എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കും. അതിൽ നിന്ന് കുട്ടിക്ക് ഡ്രോയിങ് സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഏരിയയിലെ പ്രോബ്ലം സോൾവിങ്ങും അനാലിസിസും ആണോ, ലാംഗ്വേജ് ഏരിയയിലുള്ള കാര്യമാണ്, ഏതാണോ അവന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു സ്കില്ല്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അവൻ ഇൻസ്പയർ ചെയ്യുന്ന എന്താണ് ഇൻട്രസ്റ്റ്, പിന്നെ കുട്ടിയുടെ ഇമോഷൻസും ഫീലിങ്സും നമുക്ക് മനസ്സിലാവും. ഒരു ദിവസം ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു, ഒരു ദിവസം മോർണിംഗ് വന്നപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. ആ കുട്ടി ചിലപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മൂഡി ആയിട്ടോ ദേഷ്യമോ സങ്കടമോ ഒക്കെ ആയിട്ട് വരും. ചിലപ്പോൾ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത, എന്തെങ്കിലും കോൾഡ് ഒക്കെ വരുമ്പോഴേക്കും കുട്ടികൾ അസ്വസ്ഥമാകാറുണ്ട്. അല്ലെങ്കിൽ വീട്ടിലെ ചിലപ്പോൾ മോർണിംഗ് നല്ല വഴക്ക് പറയുകയോ എന്തെങ്കിലും അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പാരന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഈ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ മെന്റലി ആക്റ്റീവ് ആയിരിക്കണം, നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ പല പല ചിന്തകൾ, നമ്മുടെ പേഴ്സണലിയോ വേറെ ഔട്ട്സൈഡ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒബ്സർവേഷൻ കറക്റ്റ് ആവില്ല. നമ്മൾ കാണുന്നതും പറയുന്നതും ഒന്നും മനസ്സിലാവില്ല. പിന്നെ കുട്ടിയിൽ നിന്നും കുറച്ച് ദൂരേക്ക് മാറി നിന്ന് വേണം ഒബ്സർവ് ചെയ്യാൻ. അതായത് കുട്ടി നമ്മളെ കാണേണ്ട എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിൽ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ വരുന്ന രീതിയിലുള്ള ആ ഒരു വിഷൻ റേഞ്ചിൽ നമ്മൾ നിൽക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അത് ചെയ്യണം. അത് നമ്മൾക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റും. നമുക്ക് ഇതിനൊരു വാക്ക് സൈക്കിൾ കൊടുക്കാം. കുട്ടിയെ എത്ര നേരം ഇപ്പൊ പറഞ്ഞ പോയിന്റ് നമ്മള് ചൈൽഡ് അവര് ശ്രദ്ധിക്കാത്ത രീതിയിൽ നമ്മൾ അവരെ അറിയാതെ നമ്മൾ അവരെ മനസ്സിലാക്കുക എന്നുള്ള പോയിന്റാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. അതെ അതെ, അതിപ്പോ നമുക്ക് തന്നെ ഒരാൾ നമ്മളുടെ അടുത്തിട്ട് നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആ ഫീല് വരാത്ത ഒരു റേഞ്ചിൽ നമ്മൾ നിന്ന് കുട്ടിയെ ശ്രദ്ധിക്കണം. കുട്ടി അവന്റെ ആക്ടിവിറ്റിയിൽ വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാണ്. പക്ഷെ അതേസമയം നമ്മൾ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കുട്ടിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ എക്സാം ഹോളിൽ ചില ടീച്ചേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥമാവാറില്ലേ? നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ വളരെ കൂളായിരുന്ന എക്സാം എഴുതുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു ടീച്ചർ വന്ന് കുറെ നേരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ വന്നത് മുഴുവൻ നമുക്ക് പോകാറില്ലേ? ഫുൾ ബ്ലാങ്ക് ആയി പോവാറുണ്ട്. സെയിം തന്നെ കുട്ടികൾക്കും അത് ഫീൽ ചെയ്യും. അവരിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെന്ന് ഇങ്ങനെ കുറെ നേരം നോക്കിയിരിക്കുമ്പോഴേക്കും അവർ അസ്വസ്ഥമാകും അവർ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഒരു വിസിബിൾ റേഞ്ച് തന്നെ നമുക്ക് കാണാനും പറ്റണം. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവരുടെ കൈയുടെ മൂവ്മെന്റ്സ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവർ മെറ്റീരിയൽ എടുക്കുന്ന രീതി, മെറ്റീരിയൽ വയ്ക്കുന്ന രീതി, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റണം. ആ ഒരു രീതിയിൽ തന്നെ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം. പിന്നെ എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് ഇടയ്ക്ക് തൂണുകളോ അങ്ങനെയുള്ള ബ്ലോക്ക് ഒന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾക്കും മനസ്സിലാവില്ല, നമ്മൾക്കും മനസ്സിലാവില്ല നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് കുട്ടിയും ശ്രദ്ധിക്കില്ല. കാരണം അവന് ഭയങ്കര ഒത്തിരി ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആവുമ്പോൾ നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കില്ല.
ഒരാൾ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. അതേസമയം ഒരു തൂണൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തൊക്കെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധ പോകും, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കുട്ടിയെ കാണാനും പറ്റും, പക്ഷെ കുട്ടികൾക്ക് ആ ഒരു ഫീലും വരില്ല. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് അവർ ചെയ്യും. നമുക്കിതൊരു വർക്ക് സൈക്കിൾ പോലെ ഒരു ഡെയിലി നമ്മളൊരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അത് ഇപ്പൊ ഒരു കുട്ടിയെ നമ്മൾ 1 hour ഒബ്സർവ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ 1 hour ആ കുട്ടിയെ തന്നെ നോക്കി ആ 1 hourൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പല രീതിയിൽ 3 hours വർക്ക് സൈക്കിൾ ആണെങ്കിൽ അങ്ങനെ. ഈ വർക്ക് സൈക്കിൾ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ആഡ് ചെയ്ത് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളൊരു ഇതിനകത്ത് പറയുന്നത് വർക്ക് സൈക്കിൾ പ്രകാരം ഒരു 3 hour വർക്ക് സൈക്കിൾ എങ്കിലും. ശരിക്കും ഞാൻ പോയിരുന്ന മോണ്ടിസോറി എൻവയോൺമെന്റില് മോർണിംഗ് 3 hour മാത്രമാണ് കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഉച്ച കഴിയുമ്പോഴേക്കും കുട്ടികളൊക്കെ റെസ്റ്റ് ആയിരിക്കും. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അവര് കുറച്ചു നേരം ഉറങ്ങും. അപ്പൊ വലിയ കുട്ടികളെ, സീനിയർ കുട്ടികളെ മാത്രം ചിലപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കും. എന്നാലും അവർക്കൊരു ടൈം ഉണ്ട് റെസ്റ്റ് ചെയ്യാൻ. ഇത് കഴിഞ്ഞ് എണീക്കുമ്പോൾ പോകാനുള്ള ടൈം ആയില്ലെങ്കിൽ പിന്നെ അവരുടെ പ്ലേ ടൈമാണ്. ചിലപ്പോൾ അത് വാട്ടർ പ്ലേ ഏരിയയിലായിരിക്കും, ചെടി നടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ കുറച്ച് വെയിലൊക്കെ താന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പിന്നെ ഷെയ്ഡും ഉണ്ട് നിറയെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ 3 hour ആണ് ശരിക്കും അവിടെ ഈ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരു വർക്ക് സൈക്കിൾ വന്നിട്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, 3 hour വർക്ക് സൈക്കിൾ ആണ്. കുട്ടിയെ ഇന്ററപ്റ്റ് ചെയ്യാതെ നമ്മൾ ആ 3 hour വർക്ക് സൈക്കിൾ. പിന്നെ കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 1 മണിക്കൂറായി അത് തന്നെ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നമുക്ക് പോയി സ്റ്റോപ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം ചില കുട്ടികൾ 40 times ഒക്കെ ചിലപ്പോൾ ഒരേ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യരുത്. അവൻ അതിൽ ചെയ്ത് ആ ഒരു പല രീതിയിലുള്ള ഡെവലപ്മെന്റ് അവന് വന്നിട്ടുണ്ടായിരിക്കും. അവന്റെ തോട്ട്സും പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ ചെന്ന് ഇവനെ മതി, ഇത്രയും ചെയ്താൽ മതി, ഇനി വേറെ ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും അത് അവനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. കാരണം അവന് ഒരു എയിം ഉണ്ടായിരിക്കും, ഇത്രയും ചെയ്ത് ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ ഡിസൈൻ ചെയ്യണം. അങ്ങനെയൊക്കെ പല ഐഡിയയും ഇമാജിനേഷനും വെച്ചിട്ടായിരിക്കും കുട്ടി ഇത് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ബട്ട് 3 hour ഈസ് ഇനഫ് എന്നാണ് പറയുന്നത്. 3 hour ആകുമ്പോഴേക്കും കുട്ടികൾ അങ്ങോട്ട് ടയേർഡ് ആവും. പിന്നെ അവരുടെ ലഞ്ച് ടൈം ഒക്കെ ആവുമല്ലോ, അതുകൊണ്ടാണ് ആ 3 hour പറയുന്നത്. പിന്നെ ചില സമയത്ത് കുട്ടികൾക്ക് തന്നെ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്നൊരു ഫീല് വരുമ്പം അവര് പതുക്കെ ഇങ്ങനെ ആ മെറ്റീരിയലിൽ നിന്ന് കുറച്ചൊന്നിങ്ങനെ ലീവ് ആകും. അതിനെ ഫോൾസ് ഫാറ്റിക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് കുട്ടിയെ സെറ്റിൽ ഡൗൺ ചെയ്യാനോ അതിൻ്റെ ഒന്നും നമ്മൾ വരേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ ബാക്ക് ടു വർക്ക് തന്നെ ചെയ്യും. നമ്മളും ചെയ്യാറില്ലേ, കുറച്ചു നേരം നമ്മൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കും. ബ്രേക്ക് എടുത്തിട്ട് അഗെയിൻ ബാക്ക് ടു, അല്ലെ, നമ്മൾ എഴുതുമല്ല എന്ത് വർക്ക് ചെയ്യുവാണെങ്കിലും ബാക്ക് ടു ദാറ്റ് വർക്ക്. അങ്ങനെ നമ്മളും ചെയ്യാറുണ്ട്. ഫോൾസ് ഫാറ്റിക് എന്നാണ് പറയുന്നത്. ആ ഒരു ടയർഡ്നെസ്, ഒരു ഫോൾസ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് പിന്നെ അഗെയിൻ ബാക്ക് ടു വർക്ക്. അപ്പൊ അങ്ങനെ കാണുമ്പോഴേക്കും നമ്മൾ ഓടിച്ചെന്ന് ശരി നമുക്കിനി ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കണ്ട. കാരണം കുട്ടി ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നതാണത്. അഗെയിൻ അവൻ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും റെഡി ആവുന്ന സമയത്ത്. ഇനി ചില സമയത്ത് പുതിയ ആക്ടിവിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങും. എന്താണോ അവന് ആ സമയത്ത് തോന്നുന്നത് ആ രീതിയിലാണ് ചെയ്യുന്നത്. അവന് ചെയ്യാൻ കഴിയുന്നത് അവൻ ചെയ്യുന്നു. അതിനെ തന്നെയാണ് നമ്മൾ നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കേണ്ട, നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട. അവന് പറ്റുന്ന കാര്യങ്ങൾ അവൻ ആ സ്പേസിൽ, അവന്റെ സ്പീഡില്, അവന്റെ ഒരു പേസിൽ അവനത് ചെയ്ത് തീർക്കും. ഓക്കെ, വർക്ക് സൈക്കിളിന്റെ ഒരു നമ്മൾ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ ഒബ്സർവ് ചെയ്തിട്ട് അതിന് നമ്മൾ ഒരു ഗ്രേഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 തുടങ്ങി 6 വരെ ആ ഒരു ഗ്രേഡിങ് കാണാം. കോൺസെൻട്രേഷൻ ലെവൽ 3. ലെവൽ 3 എന്ന് പറയുമ്പോൾ കുട്ടി ഭയങ്കര, ഇത് നിങ്ങൾക്ക് വേറെയും പേര് കൊടുക്കാട്ടോ, ഇങ്ങനെ കോൺസെൻട്രേഷൻ ലെവൽ 3 എന്ന് പറയും. ലെവൽ എന്നോ ബിന്നോ അങ്ങനെയല്ല എന്ത് പേരും കൊടുക്കാം. ഇവിടെ ലെവൽ 3 എന്ന് കൊടുത്തിരിക്കുന്നു. കുട്ടി ഡീപ്പസ്റ്റ് കോൺസെൻട്രേഷനിലാണ്. ഒന്നും ചുറ്റും നടക്കുന്നതൊന്നും അവനെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. അത്ര കോൺസെൻട്രേഷനിൽ ഇരുന്ന് ചെയ്യുന്നു. അതാണ് ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ. അപ്പോൾ 3 ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി അടുത്തത്, കുട്ടി ഡീപ്പ് കോൺസെൻട്രേഷനിൽ തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുവോ, ആരെങ്കിലും വിളിക്കുവോ, ആ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കും, ഒന്ന് അക്നോളജ് ചെയ്യും.
എന്നിട്ട് ഒരു ലൗഡ് നോയ്സ് എന്തെങ്കിലും കേൾക്കണത് അത് ജസ്റ്റ് അക്നോളജ് ചെയ്യും, അഗെയിൻ ബാക്ക് ടു വർക്ക്. അതാണ്. അപ്പൊ ചുറ്റും നടക്കുന്നത് അറിയുന്നുണ്ട്, പക്ഷെ അതിലേക്ക് വലിയ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല, ബാക്ക് ടു വർക്ക്. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2. ചില കുട്ടികൾ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാല്ലേ, അവരിന്ന് പഠിക്കുന്നു, അവർ ചുറ്റും നടക്കുന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ദാറ്റ് ഈസ് ഭയങ്കര കോൺസെൻട്രേഷൻ. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മള് കിച്ചണിലായിരിക്കും, നമ്മള് വിളിച്ചു പറയും അമ്മ അവിടെ ആരോ വന്നു എന്ന് തോന്നും, ആളത് കേട്ടു, ബട്ട് അഗെയിൻ ബാക്ക് ടു സ്റ്റഡി, ആ ഒരു രീതിയിൽ വരും. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെവൽ 1 സൂപ്പർഫിഷ്യൽ കോൺസെൻട്രേഷൻ, അതായത് ഒരു അപ്പാരന്റ് ഒരു എവിഡന്റ് കോൺസെൻട്രേഷൻ ആണ്. കുട്ടികൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവും. ആരെങ്കിലും വന്നത് കേൾക്കണതേ ഓടിപ്പോയി പുറത്തു പോയി നോക്കും, എന്നിട്ട് കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നിൽക്കും അല്ലെ. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 1. പെട്ടെന്ന് തന്നെ അവര് ഡിസ്ട്രാക്റ്റഡ് ആവും. അതാണ് ലെവൽ 1 വരുന്നത്. നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ലെവൽ എങ്ങനെ വേണമെങ്കിലും പേര് കൊടുക്കാം. ക്യൂസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റ് ഓഫ് ക്വയറ്റ്, ഒരു ടെമ്പററി ആണിത്. അതായത് ഒരു കുറച്ചു നേരം നിശബ്ദമാകുന്ന ആ ഒരു രീതിയിൽ ഒരു ക്വയറ്റ് സ്റ്റേറ്റ്. കുട്ടി വർക്ക് ചെയ്യുന്നില്ല, ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡീവിയേറ്റഡ് കുട്ടിയാണ്. എപ്പോഴും ഇങ്ങനെ ക്വയറ്റ് ആയിട്ട് നിൽക്കും. ചിലപ്പോൾ അത് ടെമ്പററി ആയിരിക്കാം, കുറെ സമയം കഴിയുമ്പോൾ ഓടിപ്പോയി എന്തെങ്കിലും ചെയ്യുമായിരിക്കാം. അത് ആ ഒരു ലെവലിനെയാണ്, ആ ഒരു സ്റ്റേറ്റിനെയാണ് ക്യൂസെൻസ് എന്ന് പറയുന്നത്. ചൈൽഡ് ഈസ് നോട്ട് വർക്കിംഗ് നോർ ഹി ഈസ് ഡിസ്റ്റർബിങ് എനിബഡി, ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഡിസോർഡർ ലെവൽ 1, കുട്ടി പോയിട്ട് വേറൊരു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, പക്ഷെ നേരെ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, പോയി ഡിസ്റ്റർബ് ചെയ്യുന്നു. 4, 5, 6 എല്ലാം ഡീവിയേഷൻ ആണ്. മറ്റേതെല്ലാം നോർമലൈസേഷന്റെ ഒരു ഇതാണ്. അതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ 1 ആണ്. ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് ചൈൽഡ്. ഒരു ചെറിയ രീതിയിലുള്ള കോൺസെൻട്രേഷൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. ഈവൻ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ആ കുട്ടി ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യും. അതുകൊണ്ടാണ് അതിനെ കോൺസെൻട്രേഷൻ ലെവൽ 1 പറഞ്ഞത്. ക്യൂസെൻസ് നമ്മള് ഗുഡ് ബുക്കിൽ വരുന്ന കുട്ടികളല്ലേ, ഒരിടത്തിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ, ഒന്നും ചെയ്യില്ല, എഴുതൂല്ല, വായിക്കില്ല. അങ്ങനെയുള്ള രീതിയിൽ ചില കുട്ടികളെ പറ്റി ടീച്ചേഴ്സ് പറയില്ല, ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ഒരു പാവം എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് ആണ് ക്യൂസെൻസ്. ഇതേ കുട്ടികൾ തന്നെ പിറ്റേ ദിവസം അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ വേറെ രീതിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് വർക്ക് സൈക്കിൾ നമ്മൾ ഓരോ ഡേയിലും തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നത്. കുട്ടികളുടെ പ്രോഗ്രസ് നമുക്ക് മനസ്സിലാവും. നല്ല കോൺസെൻട്രേഷനിൽ ഇരുന്ന കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ കുറയുവാണെങ്കിൽ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി ഡിസോർഡർ ലെവൽ 1, ഡിസ്റ്റർബ് ചെയ്യുന്നു, വേണമെന്ന് വെച്ചിട്ടില്ല, അങ്ങനെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിസോർഡർ ലെവൽ 2, ചൈൽഡ് അനോയ്സ് അനദർ ചൈൽഡ്, മറ്റു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ബട്ട് ഇതിനെ അങ്ങനെ ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല, വൺസ് ഇൻ എ വൈൽ സംഭവിക്കുന്നതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഡിസോർഡർ ലെവൽ 2 ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലാതെ ഉപദ്രവിക്കാൻ അങ്ങനെയൊന്നും ആവില്ല, ജസ്റ്റ് ചോദിക്കാൻ, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേറൊരു കുട്ടി ചെയ്യുന്നത് ചോദിക്കാൻ പോകുന്നതായിരിക്കാം. അപ്പൊ അത് നമുക്ക് ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആ കുട്ടി നോർമലൈസ്ഡ് തന്നെയായിരിക്കും. എന്തെങ്കിലും സംശയം കണ്ടൊരു ക്യൂരിയോസിറ്റി, കൗതുകം കൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വർക്ക് സൈക്കിള് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വർക്ക് സൈക്കിൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ചിലപ്പോൾ ഇതിൽ തന്നെ കോൺസെൻട്രേഷൻ ലെവൽ, ഇപ്പൊ ഒരു മോർണിംഗ് കുട്ടിയുടെ ആക്ടിവിറ്റി ചെയ്തു, ഒരു 1 hour ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ ചിലപ്പോൾ ഡീപ്പസ്റ്റ് കോൺസെൻട്രേഷൻ ആയിരിക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്തപ്പോൾ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവലിന് ചേഞ്ച് വന്നു, ലെവൽ 2ലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് അത് ഒബ്സർവ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ്, ആക്ടിവിറ്റിയിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞതുകൊണ്ടാണോ, വേറെ ഏരിയയിലെ ആക്ടിവിറ്റി ആയതുകൊണ്ടാണോ, അങ്ങനെയൊക്കെ നോക്കി നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികളെ. ട്രഡീഷണലി ക്ലാസ് എടുക്കുന്നതിനേക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടഫാണ്. ബട്ട് വൺസ് നമ്മൾ അതിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമ്മളുടെ നാട്ടിലെ മോണ്ടിസോറി സ്കൂളൊന്നും പ്യുവർലി മോണ്ടിസോറി സ്കൂളായിട്ട് വർക്ക് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഉള്ളിടത്താണ് നമുക്ക് ഈ ലെവലിൽ വരുന്നത്. നമ്മൾ ശരിക്കും എവിടെയെങ്കിലും നിന്നിങ്ങനെ ചെയ്യുമായിരിക്കും. സാറ് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് വന്നപ്പോ സാറ് ഒരു കുട്ടിയെ വിളിച്ചിട്ട് സാർ ആക്ടിവിറ്റി കൊടുക്കും, എന്നോട് പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടാവും അവൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ടാവും. അവന്റെ കൈയുടെ മൂവ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ പിന്നെ ചില സമയത്ത് 6 കുട്ടികളെ തന്നിട്ട് പറയും വിഷയ്ക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യിച്ചോളൂ, പുറത്തേക്ക് വെക്കോളൂ, അവരെ കൊണ്ട് ഔട്ട്ഡോറിലേക്ക് വെക്കോളൂ എന്ന് പറയും. അങ്ങനെ അവിടെ ഒരു പ്യുവർ രീതിയിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്.
ഓക്കെ, വർക്ക് സൈക്കിൾ ചാർട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്ന പോലെ നെയിം ചെയ്യണമെന്നില്ല, പക്ഷെ ലെവൽസ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ നേരെ ഇനി 10th യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. രാത്രി ഞാൻ ഈ യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്യും. 10ലുള്ളവർക്ക് ജോയിൻ ആവണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ആക്കാൻ ഓൾറെഡി നിങ്ങളുടെ കഴിയും. ഇതിന് ലെസൺ 10 കൂടെ ഉള്ളൂ. 10 ബാച്ചിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. 11ക്കാർക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് കേട്ടോ പറഞ്ഞത്. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എങ്ങനെ ഒബ്സർവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് പോർഷനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ലാസ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. എനിക്കൊരു 2 minutes തരൂ. ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ഓക്കെ, താങ്ക് യു. സോ നമ്മളെ ലാസ്റ്റ് യൂണിറ്റ് 10 ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ. 11 ഞാൻ 7th യൂണിറ്റ് രാത്രി എടുക്കും. മോണ്ടിസോറി ടേംസ് ഇപ്പൊ കഴിയുമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഈ ടേംസ് ഒന്ന് വെറുതെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതെന്നൊരു പിടി കിട്ടാത്ത പോലെ തോന്നും. കാരണം ചില കുട്ടികള് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നതായിട്ട് ഇങ്ങനെ കേട്ടു. ടഫാണ് പറഞ്ഞിട്ട്. ടഫ് പറയാൻ കാരണം ആക്ടിവിറ്റീസും റെക്കോർഡും കുറെ വർക്കുകൾ ചെയ്യേണ്ടതുണ്ടല്ലോ, അതാണ്. പക്ഷെ നമുക്ക് മോണ്ടിസോറി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല. അതിൽ ഫുൾ ആക്ടിവിറ്റീസ് ആണ്. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇരുത്തി തിയറി അല്ലല്ലോ പഠിപ്പിക്കുന്നത്, അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുമല്ലേ. അപ്പൊ നമ്മളും അതുപോലത്തെ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതുകൊണ്ടാണ് ഇത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കൊക്കെ ഇതിൽ കൂടുതൽ ദിവസം ഓരോന്ന് ചെയ്യാനുണ്ടാവും. ഒരു ചാർട്ട് വർക്ക് തന്നെ ഒരു 10-30 ചാർട്ട് വർക്ക് ഉണ്ടാവും. അസൈൻമെന്റ് തന്നെ കാണും ഒരു 10-12 അസൈൻമെന്റ്. പിന്നെ റെക്കോർഡ്സ് 5 അത് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലാസ്സിൽ സെമിനാർ എടുക്കണം. പിന്നെ റോൾ പ്ലേ സെറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. പിന്നെ ഔട്ട്ഡോറിലേക്ക് പോയിട്ട് കണ്ട കാഴ്ചകൾ മുഴുവനും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതൊന്നും ഞാൻ ചെയ്യിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ രസമായിരുന്നു. പിന്നെ ഞങ്ങളുടെ മാഗസിൻ തയ്യാറാക്കണം. പിന്നെ ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യണം. അത് സാധാരണ ഫാഷൻ ഷോ അല്ല, ഞാൻ ഇത് ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ ബാച്ചുകളിലാണ് തോന്നുന്നു. നമ്മൾ കുറെ അനിമൽ ക്യാരക്ടേഴ്സിന്റെ മാസ്ക് ഉണ്ടാക്കും. അനിമൽ അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോ നമ്മള് മാസ്ക് ഒക്കെ വെച്ചിട്ട് അതൊക്കെ ചെയ്യണം. അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ കോമൺ ആയിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ഫിലിം സോങ് എടുക്കുക. ഫിലിം സോങ് എടുത്തിട്ട് ഓൾറെഡി അതിന്റെ ഒരു മ്യൂസിക് ഉണ്ടാവുമല്ലോ, നമ്മൾ അതിന്റെ മ്യൂസിക് മാറ്റിയിട്ട് ലിറിക്സ് സെയിം തന്നെ മ്യൂസിക് മാറ്റിയിട്ട് പുതിയ ടോൺ ഇട്ടിട്ട് നമ്മളത് പാടണം. കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇത്. അത് എല്ലാരും നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ ലൈക്ക് സൈൻ ഇൻ ഒന്നും ഇങ്ങനെയല്ല. സൈൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മൂവ്മെന്റ്സ് വെച്ചിട്ടായിരുന്നു സൈൻ ഇൻ. നമ്മൾ സർക്കിൾ ആയിട്ട് നിന്നിട്ട് സൈൻ ഇൻ ചെയ്യുന്ന വ്യക്തി നടുക്കൂട്ട് വന്നിട്ട് ജസ്റ്റ് ഡാൻസിങ് സ്റ്റെപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് സൈൻ ഇൻ. അങ്ങനെയൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ കൂടെ വെക്കുമ്പോഴേക്കും പറയുമ്പോ തന്നെ ക്ലാസ്സിൽ സൈലൻസ് ആവും, ആരും മിണ്ടില്ല. ഞാൻ ചെയ്യാമെന്നൊന്നും പറഞ്ഞ ആരും വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെന്നാ പിന്നെ ഈ കോഴ്സ് വേണ്ട, അത് ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ 6th ബാച്ചിൽ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയുടെ വീട് തൊടുപുഴയാണ്. അഡീബ വിളിച്ചിട്ട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീബയ്ക്ക് ജോലി കിട്ടി. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അത് കെൽട്രോൺ മോണ്ടിസോറിയുടെ കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ഓൺലൈൻ അല്ല, നേരിട്ട് ചെന്നിട്ട്. അത് തൊടുപുഴയിലും വർക്ക് ചെയ്യണം, പാലായിലും വർക്ക് ചെയ്യണം. അങ്ങനെ അഡീബ് എന്നെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം കേട്ടപ്പോ. പക്ഷെ നമ്മൾ ഒത്തിരി ആക്റ്റീവ് ആകണം. ഡാൻസ് ഒക്കെ തന്നെയാണ് ക്ലാസ്സിൽ. അത് അല്ലാതെ ഈ PDF ഫുൾ കവർ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഞങ്ങളുടെ ടീച്ചർ എന്താ ചെയ്യുന്നത് അറിയോ, ഒരു ടെക്സ്റ്റ്, അത് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല 5 യൂണിറ്റ് പോലെയൊക്കെ, അതുപോലെ ഞങ്ങൾക്ക് ടെക്സ്റ്റുകളായിരുന്നു. ഈ ഒരു ടെക്സ്റ്റ് 10 ദിവസം കൊണ്ടാണ്, രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഉണ്ട്, 10 ദിവസം കൊണ്ട് അത് തീർക്കും. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ്
പക്ഷെ നമുക്ക് ഈ കണ്ടന്റ്സ് നിങ്ങളിലേക്ക് ശരിക്കും എത്തിക്കണമെങ്കിൽ നമുക്ക് ടൈം വേണം. അതുകൊണ്ടാണ് ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സാർ എന്നോട് ഒരു സെക്ഷൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളക്ഷൻ ബുക്ക് എന്നൊക്കെ പറഞ്ഞ റെക്കോർഡിൽ കുറെ പിക്ചേഴ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ചിലർ വരയ്ക്കുന്നുണ്ട്, അതൊക്കെ നമുക്കങ്ങ് പ്രൊവൈഡ് ചെയ്താലോ എന്ന് സാർ ചോദിച്ചു. ഞാനല്ലേക്ക് ഒരു പണിയും ചെയ്യാണ്ടാവില്ലേ, മറ്റേത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്യാൻ പറ്റുന്ന കളക്ട് ചെയ്യുന്നു, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നു, വരയ്ക്കാൻ ആഗ്രഹമുള്ളവർ വരയ്ക്കുന്നു. ഇതിങ്ങനെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ, ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുമ്പോഴേക്കും നമ്മളൊന്ന് ചെയ്യാണ്ടാവും, മടിയായി പോവും. അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇനി കുട്ടികൾക്ക് ടഫായിട്ട് തോന്നുവാണ്, ഇത് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല എന്നൊക്കെ വരുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല. ലാസ്റ്റ് 5th റെക്കോർഡ് ഫുൾ പ്രിന്റഡ് ആയിട്ട് കൊടുക്കാവുന്നത് ചെയ്തോളാം ഞാൻ പറഞ്ഞു. നിങ്ങൾ എഴുതുവാണല്ലോ, ഒരു റെക്കോർഡ് ബുക്ക് നോക്കി കോപ്പി ചെയ്യുവാണല്ലോ, ഫുൾ ഇങ്ങനെ റെക്കോർഡിൽ പ്രിന്റ് ആയിട്ട് പിക്ചേഴ്സോ അല്ലെങ്കിൽ QR കോഡ് കൊടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ പിക്ചേഴ്സ് കാണുന്ന രീതിയിലോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവിടെ അവർ പ്ലാൻ ചെയ്ത് ഒരെണ്ണം റെഡിയാക്കി അതിന്റെ പ്രൂഫ് ഒക്കെ നോക്കിയിരുന്നു ഞങ്ങൾ. എനിവേ നമ്മള് ശരിക്കും ആക്റ്റീവ് ആകണം. നമ്മൾ പേഴ്സണലി ആക്റ്റീവ് ആകും. കുഞ്ഞു കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ നിങ്ങൾ അതെടുത്ത് വായിച്ചോളൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ കൂടെ ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണമെങ്കിൽ പാട്ട് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർഡ് ആകണം. ഈ ഒരു വർഷം അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഈവൻ മറിയ മോണ്ടിസോറി തന്നെ പറയുന്നുണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള ആ ഒരു ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള അക്കാദമിക്സിന്റെ ഒരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണെന്നാണ് പറയുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ഒരു പ്രശ്നം ഉണ്ടാവില്ല, എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ പോയ ഒരു കുട്ടിക്കും ഇന്റർവ്യൂവിന് പോയ ഒരു കുട്ടികൾക്കും പേടി ഉണ്ടായിരുന്നില്ല, വളരെ കോൺഫിഡന്റ് ആയി. കാരണം വെച്ചാൽ ആ പബ്ലിക് സ്പീക്കിംഗ്, നിങ്ങളോട് പ്രെയർ ചെയ്യാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു, സൈൻ ഇൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ആ ഒരു മുന്നിലേക്ക് വന്ന് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചു വരുന്നുണ്ടല്ലോ. സോ ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആർക്കും ഒരു വിഷമമില്ല. അപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പേടിയില്ല, ഭയങ്കര ടെൻഷനൊന്നും ഇല്ല ആർക്കും. എല്ലാവരും വളരെ കൂളായി കോൺഫിഡന്റ് ആയിട്ടാണ് പോകുന്നത്. കിട്ടില്ലേ എന്നുള്ളത് സെക്കൻഡറി, മെജോറിറ്റി ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. എനിവേ മോണ്ടിസോറി ടേംസ് നിങ്ങളിത് വായിക്കാൻ തുടങ്ങുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ട് ഞാനത് കാരണം ഇതിൽ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് സയൻസിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്ത് കടമെടുത്ത വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് സയൻസിൽ എന്താണ്, ജോഗ്രഫിയിൽ അത് എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാര്യമായി ആവശ്യമില്ല, നമ്മുടെ നോളജ് ഒന്ന് കൂട്ടാൻ ആവശ്യമാണ്. പക്ഷെ ആ ടേം എന്താന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ അല്ലെ, പൊരുത്തപ്പെടുക, അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റിനെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ആ സൊസൈറ്റിയിൽ നമുക്ക് പല കാര്യങ്ങളും, സൊസൈറ്റി ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കണം. ആളുകൾ പറയും ചിലരെ കാണുമ്പോൾ അയാള് കുഴപ്പമില്ല കേട്ടോ, സംസാരിക്കാൻ തന്നെ നല്ലൊരു ഇതാണ്, നമുക്കൊന്ന് അപ്രോച്ച് ചെയ്താലും ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴും ബുദ്ധിമുട്ട് തോന്നില്ല. ചിലരെ പറ്റി പറയില്ലേ, ആളോട് മിണ്ടാൻ തന്നെ തോന്നില്ല, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്തൊരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വ്യക്തികളെ കുറിച്ച് പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് അഡാപ്ഷൻ. ഒരു റിലീജിയസ് ഇതില് മാരേജിന്റെ സമയത്ത് കപ്പിൾസിന്റെ അടുത്ത് പ്രീസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുക. അതിന്റെ അർത്ഥം ഒരാൾ മാത്രം താഴുക, കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടുപേരും ഇഷ്ടത്തോടു കൂടി അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് എടുക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്, അതാണ് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്, അഡാപ്ഷൻ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എക്സാമിന്, എല്ലാ ബാച്ചിനും ചോദിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മോണ്ടിസോറി അഡാപ്ഷൻ മീൻസ്, അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി അഡാപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഡിസ്ലൈക്ക്, ഇഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുക, കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, ഇഷ്ടത്തോടെയുള്ള അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ ക്ലാസ് കണ്ടിട്ടുള്ളവർക്കും കേട്ടിട്ടുള്ളവർക്കും അത് കിട്ടാറുണ്ട്, അവർക്ക് അത് ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഓൾറെഡി നിങ്ങളൊരു സബ്ജക്ട് തന്നെ പഠിച്ചു അല്ലെ. പാർട്ട് 2 ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല ഡിഫറെന്റ് ചൈൽഡ് ഡെവലപ്മെന്റ് പല ഭാഗങ്ങളിൽ പഠിച്ചു. 5 ചാപ്റ്ററിൽ ആ ഡെവലപ്മെന്റിന്റെ ഉള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത് അല്ലെ.
അമ്മയുടെ മോപ്പിലായിരിക്കുന്നത് തുടങ്ങി ഒരു വലിയ മനുഷ്യനാന്ന് വരെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡെവലപ്മെന്റ് പറയുന്നത്. അതായത് ഒരു സ്മോൾ ചെറുതായതിൽ നിന്ന് വലുതാകുന്നതിലേക്കുള്ള ഒരു ജേർണി അല്ലെ, അതാണ് ശരിക്കും ആ ഒരു പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ശാരീരികമായിട്ട് വരും, പിന്നെ മാനസികമായിട്ട് വരും, ഫിസിക്കൽ വരും, സൈക്കോളജിക്കൽ വരും. ഓരോ ആളുകളുടെയും ഡെവലപ്മെന്റ് അത് അവരുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അവര് കണക്ട് ചെയ്യുന്ന പല പവറുമായിട്ട് റിലേറ്റഡ് ആണ്. ഓരോ വ്യക്തിയും ഗൈഡ് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡെവലപ്മെന്റിലേക്ക്. പറയാൻ ബർഗ്സൺ ഒരു ഫിലോസഫർ, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, എലാൻ വിറ്റൽ. എലാൻ വിറ്റൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് ടേം ആണ്. ഫ്രഞ്ച് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈറ്റൽ ഫോഴ്സ്, അതാണ് മീനിങ്. ഒരു ലൈഫ് ഇമ്പൾസ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയില്ലേ ഇത് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഉൾവിളി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണ്ട, ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ച് അത് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളെയും ഗൈഡ് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. ചില പറയും യു ക്യാൻ ഡു ഇറ്റ്, ചെയ്യുന്ന പറഞ്ഞാൽ ആരോ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറയുന്ന പോലെ തോന്നും. നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡെവലപ്മെന്റിലേക്ക്, ഒരു ബേസിക് ഫോഴ്സ്. ഓക്കെ, ഇതിനെ എലാൻ വിറ്റൽ എന്നാണ് ഫിലോസഫർ ബർഗ്സൺ പറഞ്ഞത്. അതൊരു ഫ്രഞ്ച് വേർഡാണ്. മറിയ മോണ്ടിസോറി ഈ എലാൻ വിറ്റാൽ എന്നുള്ള വേർഡിന് പകരം ഹോം എന്നുള്ള വേർഡാണ് കടമെടുത്തത്. HORME, ഹോം. നമ്മുടെ ഹോർമോൺസുമായിട്ട് കണക്ട് ചെയ്യും. ഇത് ഗ്രീക്കിൽ നിന്നാണ്. ഒക്കു, ലൈഫ് എന്ന് മീനിങ് വരുന്ന ആ ഒരു ഒക്കു എന്നുള്ള ഗ്രീക്ക് വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഹോം എന്നുള്ള വേർഡ് എടുത്തത്. ഹോം എന്ന് പറഞ്ഞാൽ ബർഗ്സൺ പറഞ്ഞ പോലെ എലാൻ വിറ്റാലാണ്, അതായത് വൈറ്റൽ ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. ബർഗ്സൺ അതിനെ എലാൻ വിറ്റാൽ എന്ന് പറഞ്ഞപ്പോ മറിയ മോണ്ടിസോറി അതിനെ ഹോം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ വ്യത്യാസം. മറിയ മോണ്ടിസോറി ഇതൊരു ഫോഴ്സ് ആയിട്ടാണ് പറയുന്നത്, ഒരു വൈറ്റൽ ഫോഴ്സ്. നമ്മളെ പുഷ് ചെയ്യുന്നു എപ്പോഴും. നീ അത് ചെയ്യൂ, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഹോം എന്ന് പറയുന്നത്. ഓക്കെ, ഹോമിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെയും ഫോഴ്സുകളുണ്ട്. അതിന് പറയുന്ന പേരാണ് നീമി. നീമി എന്ന് പറയുന്നതിന് അതിന്റെ മീനിങ് മെമ്മറി എന്നാണ് മീനിങ്. അപ്പൊ നമ്മള് ഇതിനകത്ത് ഹോം, നീമി, നെബുലെ ഈ 3 വാക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊരു പുതുമയായിട്ട് തോന്നുന്നത്. ബാക്കി ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. അപ്പൊ ഹോം, നീമി, നെബുലെ ഞാൻ കണക്ട് ചെയ്ത് പറയാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെയാണ്. ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെ ഷേപ്പ് ചെയ്യാം, അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ലൈഫിന്റെ എല്ലാ ഫേസസിനെയും എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ മാത്രം കവർ ചെയ്യുന്നതല്ല എഡ്യൂക്കേഷൻ. നമ്മൾ ആ ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിന് അതിന് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ത്രൂ എഡ്യൂക്കേഷൻ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചറിയുക, അതാണ് നോയിങ് വൺ സെൽഫ്, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോർമോൺസ്. നമ്മൾ പറഞ്ഞൊരു ഫോഴ്സ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ്, നമ്മളുടെ പല ബോഡി ഫങ്ഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിലെ എൻസൈംസും ഹോർമോൺസും ഉണ്ടല്ലോ. ആ ഹോർമോൺസിന്റെ അതേ ഫങ്ഷൻ തന്നെ ഈ ഹോമിനും. ഹോർമോൺസും ഒരു തരം എനർജി അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആണ് പറയാം. ഹോം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റൽ എനർജിയാണ്. നമ്മൾക്കൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യുന്നതിനുള്ള ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു ഫോഴ്സ് എല്ലാ മനുഷ്യരിലും ഈ ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഒരു ഫോഴ്സ് ചിലപ്പോൾ ഡിസോർഡർ ആയിട്ട് കിടക്കും. പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ ഇത് ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഒരു ക്രൗഡഡ് പാറ്റേൺ, ആ ഒരു രീതിയിൽ ഡിസോർഡർ ആയിട്ട് കിടക്കും. ആ ഡിസോർഡർ ആയിട്ട് കിടക്കുമ്പോൾ അതാണ് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ തന്നെ കുട്ടികൾ കൈമലർത്തും. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, കാരണം അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഒരു ചെയർ പതുക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് ചരിച്ച് വെക്കാനോ
നിന്ന് മാറ്റി ഇതാക്കാൻ പറയുമ്പോൾ കുട്ടിയുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അതിനെ പുഷ് ചെയ്യുകയോ ചെയ്യും. ഉദ്ദേശിക്കുന്നതിൽ നിന്ന് ദൂരേക്കോ അല്ലെങ്കിൽ മറിഞ്ഞോ കസേര വീഴും. നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ മാത്രമേ കുട്ടി പറയുള്ളൂ. കാരണം അത് അവര് നോണ പറയുന്നതല്ല, അവർക്ക് അറിയില്ല. അവര് മാക്സിമം ഫോഴ്സ്, അവർക്ക് എത്രത്തോളം ഒരു കാര്യത്തിൽ ഒരു ഫോഴ്സ് യൂസ് ചെയ്യണം എന്നുള്ള ഇന്നർ ഗൈഡൻസ് അവർക്ക് ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഹോമാണ് ഈ ഫോഴ്സ്. ഈ ഹോമിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്, അതായത് നിനക്കിത് ചെയ്യാൻ പറ്റും, നീ ഇത് ചെയ്യൂന്നും പറഞ്ഞിട്ട് ആ ഫോഴ്സ്. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു കഴിവുണ്ട്, വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് വിചാരിച്ചു, ഡ്രോയിങ്ങിന്റെ കഴിവുണ്ട്. പക്ഷെ അയാള് ഡ്രോയിങ് ചെയ്യുന്നില്ല. അപ്പൊ അയാളുടെ പൊട്ടൻഷ്യൽ, അതാണ് ഡ്രോയിങ്. അയാളുടെ ആ ഒരു കപ്പാസിറ്റി, ഒരു കഴിവ്, അതാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ആ ഒരു പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് നെബുലെ. അടുത്തൊരു ടേം വരുന്നുണ്ട്, നെബുലെ. അപ്പൊ ഈ നെബുലെ, ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ അയാൾക്കുണ്ട്, പക്ഷെ അയാൾ അത് ചെയ്യുന്നില്ല, പേപ്പറിലേക്ക് വരയ്ക്കുന്നില്ല. അപ്പൊ അയാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിക്കണം, അല്ലെ, പുഷ് ചെയ്യിക്കണം. ഡു ദിസ് യു ക്യാൻ ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് അയാൾ വരയ്ക്കണം. അയാളുടെ ഡ്രോയിങ് കപ്പാസിറ്റി അയാൾ പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ അയാളെ കൊണ്ട് അത് ചെയ്യിക്കുന്ന ഫോഴ്സ് ആണ് ഹോം. പക്ഷെ ഹോമിന് ഈ ഒരു കാര്യം അറിയിക്കുന്നത് മെമ്മറിയാണ്. ആ ഒരു മെമ്മറി ഹോമിനോട് പറയും, ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു നെബുലയുണ്ട്, ഈ ഒരു ഡ്രോയിങ് ഉള്ള നെബുലയുണ്ട്, അയാളെ കൊണ്ട് അത് ചെയ്യിക്കൂ എന്ന് പറഞ്ഞിട്ട് മെമ്മറി ഹോമിനോട് പറയും. അതാണ് നമ്മൾ പറയുന്നത്, ഹോമിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അങ്ങനെയാണ് ഹോം വർക്ക് ചെയ്യിക്കുന്നത് ആളുകളെ കൊണ്ട്. അപ്പൊ എനിക്ക് ഡ്രോയിങ്ങിന്റെ ഒരു കപ്പാസിറ്റി ഈ മൂന്ന് ഒന്നുകൂടെ ഒന്ന് പറയോ? ഒന്നുകൂടെ ഒന്ന് ഇപ്പൊ ഈ കണക്ട് ചെയ്ത് പറഞ്ഞത് പറയാം. എനിക്ക് ഡ്രോയിങ് എന്നുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ വരയ്ക്കുന്നില്ല. എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളത് ചെയ്യുന്നില്ല. ആരെങ്കിലും ഒന്ന് നിർബന്ധിച്ച് ചെയ്യാന്ന് നമ്മള് തമാശയ്ക്ക് പറയില്ലേ, നിർബന്ധിക്കണം എന്നാ ഞാൻ ചെയ്യുന്ന പറയണ പോലെ. അപ്പൊ ഈ ആൾക്ക് ഈ ഒരു പൊട്ടൻഷ്യൽ ഉള്ള, അതായത് ഡ്രോയിങ് ഉള്ള പൊട്ടൻഷ്യലിനെയാണ് നെബുല എന്ന് പറയുന്നത്. NEBULAE. പേജ് മറിച്ച് നോക്കിയാൽ ആ വേർഡ് കാണാൻ പറ്റും. ഈ ഒരു പൊട്ടൻഷ്യൽ ആണ് നെബുല. ഈ നെബുല ആൾക്ക് ഉണ്ട് എന്നുള്ളത് ആളുടെ മെമ്മറിക്ക് അറിയാം. ഈ ഒരു കഴിവുണ്ട് ഈ ആൾക്ക് ഉണ്ടെന്നുള്ളത് ആളുടെ നീമിനറിയാം. MNEME. നീമിക്ക് അറിയാം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു നെബുലയുണ്ട്. അപ്പൊ നീമി എന്ത് ചെയ്യും? ഹോമിനെ ട്രിഗർ ചെയ്യും, ഹോമിനോട് പറയും, പുഷ് ചെയ്യും, ഗൈഡ് ചെയ്യും, അയാൾക്ക് ഈ ഒരു നെബുലയുണ്ട്. അങ്ങനെ നീമിയാണ് ഹോമിനെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോഴാണ് ഹോം ഈ വ്യക്തിയെ പുഷ് ചെയ്യുന്നത്, ഡു ഇറ്റ് പറഞ്ഞിട്ട്. നമ്മൾ എപ്പോഴും പറയും, എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നി, അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയില്ല, അല്ലെ, എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു അത് നീ അത് ചെയ്യാ, അല്ലെങ്കിൽ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു, സോ ഞാൻ അതുപോലെ തന്നെ ചെയ്തു. നമ്മള് ഗട്ട് ഫീലിംഗ് എന്നൊക്കെ കുട്ടികളൊക്കെ ഇപ്പൊ പ്രയോഗിക്കുന്ന കാണാറില്ലേ? നിന്റെ ഒരു ഗട്ട് ഫീലിംഗ് പറഞ്ഞു അയാള് ശരിയല്ല, അത് അപ്പം പറയാം അത് ശരിയായിരുന്നു, അയാള് ശരിയല്ല എന്നുള്ളത് ശരിയായിരുന്നു. അങ്ങനെ കുട്ടികളെ യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഗട്ട് ഫീലിംഗ് എന്നുള്ള രീതി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾക്കുള്ള കഴിവാണ് നെബുലെ, ആ ഒരു പൊട്ടൻഷ്യൽ. നമ്മുടെ ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നത് ഹോമാണ്. ഹോമിനെ അങ്ങനെ ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നത് നീനി എന്നുള്ള മെമ്മറിയാണ്. ഓരോന്നിലേക്ക് പോകും. അപ്പൊ ഹോമിന്റെ കാര്യം ആണ് പറഞ്ഞത്. ഇനി ഓക്കെ, അപ്പം പലപ്പോഴും ഈ ഒരു ഫോഴ്സ് ക്രൗഡഡ് ആയിട്ടായിരിക്കും കുട്ടികളിൽ ഒരു ഡിസോർഡർലി ക്രൗഡ് ആയിട്ട് കിടക്കും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് അറിയില്ല എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ചില ആക്ഷൻസ് കുട്ടികൾ ചെയ്യുമ്പോൾ അവർ ഭയങ്കര പവർഫുൾ ആയിരിക്കും, അവര് ഉദ്ദേശിക്കുന്നതിനേക്കാളും സംഭവിച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് കുട്ടിയോട് ചോദിക്കുക, എന്താ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ റിപ്ലൈ ചെയ്യുന്നത് ഐ ഡോണ്ട് നോ, എനിക്കത് അറിയില്ല. അപ്പോ പലപ്പോഴും കുട്ടികളിലെ ഈ ഫോഴ്സസ് നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നെഗറ്റീവ് സൈഡിൽ നിന്ന് അതിനെ നമ്മൾ തിരിച്ച് ഡീവിയേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് ഏതെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് ഇവർക്കുള്ള ഈ ഒരു എക്സ്ട്രാ പവർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കുട്ടികളെ ലീഡർ ആക്കില്ലേ, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, അവരെ അങ്ങ് ടയേർഡ് ആക്കും പണി കൊടുത്തിട്ടില്ലേ. അതാണ് അവരുടെ ഈ ഹോം, ഈ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഈ ഫോഴ്സിനെ മാക്സിമം യൂസ് ചെയ്യിക്കുകയാണ്, അവരെ കൊണ്ട് കുറെ പണികൾ കൊടുത്ത്.
മറിയ മോണ്ടിസോറിയുടെ ചിൽഡ്രൻസ് ഹൗസ് ആ മോണ്ടിസോറി എൻവയോൺമെന്റിലും ഇതുപോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ഭയങ്കര എനർജി തോന്നുന്ന ആ രീതിയിലുള്ള കുട്ടികളെ അവരുടെ ആ എനർജീനെ ഏതിലേക്കെങ്കിലും അങ്ങോട്ട് ഫോക്കസ് ആവുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റി അവരെ കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യിക്കും. ഓക്കെ, ഇനി നീമി നമുക്കൊന്ന് നോക്കാം. ഹോം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊരു വൈറ്റൽ എനർജിയാണ്. നമുക്കൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റൽ എനർജി, ഒരു ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് കുട്ടികളിൽ ചിലപ്പോൾ ഡിസോർഡർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം എഫേർട്ട്, മാക്സിമം ഫോഴ്സ് ആയി പോകും. പലപ്പോഴും ആളുകൾ ചോദിക്കുന്നു എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി അറിയില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തിയുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഈ ഫോഴ്സ് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ അവരെ അത് നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവരെ കൂടുതൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ കണക്ട് ചെയ്യും. അപ്പൊ ഇവരുടെ എക്സസ് ഫോഴ്സ് മുഴുവനും ആ ആക്ടിവിറ്റിയിലേക്ക് ഉപയോഗപ്പെടും, അതിലേക്ക് അവർ യൂസ് ചെയ്യും. അങ്ങനെ അവർ ആ അച്ചീവ് ചെയ്യുന്ന ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി സാറ്റിസ്ഫൈഡ് ആകുന്നവരെയും അവർക്ക് ഫോഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എനർജി ഉണ്ട്, ഭയങ്കര എനർജിയാണ്. മാക്സിമം ഉള്ള എനർജി മുഴുവനും ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് ആ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന പോലെ ആകും. നെക്സ്റ്റ് നീമി. നീമി എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെമ്മറിയാണ്. ഇതൊരു നീമി എന്ന് പറയുന്നത് ജനറ്റിക് മെമ്മറിയാണ്. ഇത് ഫസ്റ്റ് 3 years വരെ അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബർത്ത് തുടങ്ങി 3 years വരെ അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. അത് കഴിയുമ്പോൾ ഇത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും. പിന്നെ നമുക്ക് ഭയങ്കര ഓർമ്മ, ബോധ മനസ്സ്, നല്ല ബോധം ഉണ്ടാവും. ഓക്കെ, എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും നീമി ഉണ്ട്. പ്ലാന്റിനായാലും അനിമൽസിനാണെങ്കിലും നീമി എന്നുള്ള ഈ ഒരു മെമ്മറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാ ജീവികളിലും ഈ ഒരു മെമ്മറി ഉണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കിളികൾ കൂട് വെക്കുന്നത്. എല്ലാ കിളികളും ഒരുപോലുള്ള കൂടല്ല വെക്കുന്നത്, പക്ഷെ ഒരേ ഫാമിലിയിൽപ്പെട്ട കിളികൾ ഒരേ രീതിയിൽ തന്നെയായിരിക്കും കൂട് വെക്കുന്നത്. അത് ഇവരുടെ നീമിയുടെ ആണെന്നാണ് പറയുന്നത്, അവരുടെ ആ മെമ്മറി. പിന്നെ പ്ലാന്റ്സ്, നമ്മൾ വീടുകളിൽ കുറച്ചുകൂടെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ അതിന്റെ എക്സാമ്പിൾ കൊടുക്കാം. ഞാനിവിടെ ഏതൊക്കെ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ വീടിരുന്ന സ്ഥലത്ത് നിറയെ വാഴ ഇങ്ങനെ കാട് പോലെ ഉണ്ടായിരുന്നു. മണ്ണിട്ട് വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വാഴയൊക്കെ പോയി. പക്ഷെ വാഴ പോയിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടോപ്പിൽ നിന്ന് അവർ വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ വേരും അങ്ങനത്തെ നിങ്ങൾക്ക് താഴെ ഉണ്ടാവുമല്ലോ. അതിൽ നിന്നൊരു ചെറിയ വാഴ മുളച്ചു വന്ന ഈ വാഴയെ ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്ന ഒരാള് ചവിട്ടി അരച്ചു. ഇത് പിടിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് ആള് അതങ്ങോട്ട് ചവിട്ടി കൂട്ടി അരച്ചു. അയാൾ പോയി കണ്ടപ്പോ തന്നെ എനിക്കൊരു വിഷമം തോന്നി. പോയി കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ അതിന്റെ വേര് കൊണ്ട്, അതായത് കുഴിച്ചെടുത്ത് നിറയെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് അതിനെ അന്ന് നട്ടുവെച്ചു. തുടക്കമൊക്കെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇലയൊന്നും ആയിരുന്നില്ല, വളരെ ചെറിയ ഇലയൊക്കെയായിരുന്നു. പക്ഷെ അതിപ്പോ നല്ല പോലെ വളർന്ന് കൊലയ്ക്കാറായി, നല്ല വലിയ ഇലകളായിട്ടുണ്ട്. നമുക്ക് ഊണ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഇലകളായി മാറി, നന്നായിട്ട് വന്നു. അത് ഇതേപോലെ തന്നെ ഒരെണ്ണം, ഒരു വാഴയും ഇതുപോലെ തന്നെ അയാള് പിടിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിടിക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം ഉണ്ടായിരുന്നു. കാരണം ആ വാഴയുടെ പുതിയ ഇല വരുള്ളൂ ഇങ്ങനെ കൂമ്പ് പോലെ. അത് ഇല ഇങ്ങനെ പരക്കണേന് മുമ്പ് തന്നെ കൂമ്പ് ഇങ്ങനെ വാടി ഒടിഞ്ഞു പോയി. പലതവണ അതിങ്ങനെ കൂമ്പ് ഇങ്ങനെ വാടി ഒടിഞ്ഞു പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന് കുറെ കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്തൊക്കെ ഒഴിച്ചു. പിന്നെ വാഴയുടെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ കുറെ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ആ വാഴ കുലയ്ക്കാറായി, നല്ല ഇലകളൊക്കെ നല്ല സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പ്ലാൻ ലൈഫിന് ഓർമ്മയുണ്ട്, അവർ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ. കലവില എന്ന് പറഞ്ഞ കുട്ടികളുള്ള സ്ഥലത്ത് സ്കൂളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെയൊക്കെ നിറയെ ചെടികളും പൂക്കളും ഒക്കെ ആയിരിക്കും. ആ വെക്കേഷൻ സമയത്ത് പോയിട്ട് ആ ചെടികളെയും പൂക്കളെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആളുകളുള്ള സ്ഥലത്ത് ആളുകളുടെ ശബ്ദം അങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പൊ ഇതിങ്ങനെ ഒരു തെങ്ങും ഇതുപോലെ ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാരും ആ തെങ്ങ് വെട്ടിക്കളയൂ, നേരെ ഫ്രണ്ടിലെ വീടിന്റെ റൈറ്റ് സൈഡ് കോർണറിലായിട്ടാ. അപ്പൊ തെങ്ങിന്റെ ഓല നേരെ സിറ്റ് ഔട്ടിൽ ഒപ്പം കുറഞ്ഞ സിറ്റ് ഔട്ടിലേക്ക് കിടക്കും, വെള്ളം വീഴും ഒക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ആ തെങ്ങ് വെട്ടിയില്ല. അന്ന് 1-2 തെങ്ങുണ്ടായിരുന്നു.
അതിങ്ങനെ കരിക്കിന് പറ്റുന്ന തെങ്ങായിരുന്നു. അപ്പൊ അതിന് നല്ലപോലെ തടവൊക്കെ എടുത്ത് നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് ഇടയ്ക്ക് തെങ്ങിന്റെ ഇടത്തിൽ നിന്ന് ഇങ്ങനെ കരിക്കൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ് വർദ്ധനൊക്കെ പറയും. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴേക്കും നല്ല പോലെ കുലയ്ക്കാൻ തുടങ്ങി. വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴേക്കും നമുക്ക് അതിന്ന് പറഞ്ഞ വേഗം എടുത്ത് കൊടുക്കാം. ആ ഒരു രീതിയിൽ അതായി. ഇച്ചിരി ഒരു ഇത് വന്നിട്ടുണ്ട്, ക്ലൈമറ്റിന്റെ ആണ് എന്തോ ഒന്നുകൂടെയൊക്കെ ശരിയാക്കണം, എന്നാലും ഉണ്ട് അതിൽ തേങ്ങ. അപ്പൊ പ്ലാൻ ലൈഫിനും എല്ലാ ജീവനുള്ളതിനും ഈ നീതി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു മെമ്മറി ഒരു ജനറ്റിക് മെമ്മറിയാണ്. അത് ഹ്യൂമൻ ബീയിങ്സിൽ ആദ്യത്തെ 3 വയസ്സ് വരെ ഓർമ്മയുണ്ടാവില്ല, മീൻസ് അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. നീതി തന്നെ, പക്ഷെ അൺകോൺഷ്യസ് ആയിരിക്കും, ആ ഒരു സ്റ്റേറ്റിലായിരിക്കും. അടുത്ത 3 ഇയേഴ്സ് കഴിയുമ്പോഴേക്കും അത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് മാറും. പിന്നെ 2 കൈൻഡ്സ് ഓഫ് നീതി ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഫിസിക്കൽ കൈൻഡും, സെക്കൻഡ് വൺ ഓൾ ലൈഫ് ഫോംസ്, അതായത് പ്ലാന്റിലും അനിമലിലും ഹ്യൂമൻ ബീയിങ്സിലും അതിലെല്ലാം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ്. അതുകൊണ്ടാണ് ഇവയെല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഫോം ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറി ആണ് ദാറ്റ് അബ്സോർബ്സ് ആൻഡ് സ്റ്റോർസ് ഇംപ്രഷൻ ഓഫ് ദ വേൾഡ് അറൌണ്ട് എ ചൈൽഡ്. ഈ മെമ്മറി യൂസ് ചെയ്തിട്ടാണ് കുട്ടി ചുറ്റും കാണുന്ന കാര്യങ്ങൾ മുഴുവനും അത് സ്റ്റോർ ചെയ്യുന്നത്. ആ ടൈപ്പ് ഒരു മെമ്മറി നീമി എന്ന് പറയുന്നത്. ഫിസിക്കൽ കൈൻഡ് എല്ലാ ലൈഫ് ഫോംസിലും ഉണ്ട്, പ്ലാന്റിലും അനിമൽസിലും ഹ്യൂമൻ ബീങ്സിലും പ്രൊട്ടക്ഷൻ നടക്കുന്നു. സെക്കൻഡ് വൺ ഒരു സൈക്കിക് നെയിമാണ്. സൈക്കിക് നെയിം എന്ന് പറയുന്നത് അനിമൽസിലും അതുപോലെ തന്നെ മനുഷ്യർ. പ്ലാൻ ലൈഫിൽ ആ സൈക്കിക് നെയിം ഇല്ല, പക്ഷെ അനിമൽസിലുണ്ട്. അനിമൽസിലുള്ളത് നമുക്കറിയാം, നമ്മൾ ചാപ്റ്റർ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് പറയുന്നുണ്ട് ഹ്യൂമൻ ബീയിങ്സ് ഇൻകേപ്പബിൾ ആണ് ജനിക്കുമ്പോൾ തന്നെ അനിമൽ ബേബീസിനേക്കാളും. ദാറ്റ് മീൻസ് അനിമൽ ബേബീസ് കേപ്പബിൾ ആണ്, അവരവരുടെ പല കാര്യങ്ങളും തന്നെ ചെയ്യും. പക്ഷെ ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ്, കുറെ നാളുകൾ അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ ആദ്യം പറയുന്നത്. അപ്പൊ അനിമൽ ബേബീസിൽ ഒരു ഇൻബോൺ പാറ്റേൺ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവര് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ്സിലും ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ആയിട്ടില്ല. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് സ്പിരിച്വൽ എംബ്രിയോ. ഭ്രൂണാവസ്ഥയിലാണ് മനസ്സ്. ഓർമ്മയുണ്ടോ ആ ചാപ്റ്റർ ഒക്കെ എടുത്തപ്പോ? അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പൊ രണ്ടാമത്തെ നീമി, സൈക്കിക് നീമി 2 പേരിലുണ്ട്, അനിമൽസിലും ഉണ്ട് ഹ്യൂമൻ ബീയിങ്സിലും ഉണ്ട്. അനിമൽസിലുള്ളതിന് ഡെവലപ്പ് ആയിട്ടുണ്ട്, പക്ഷെ ഹ്യൂമൻസിൽ ഡെവലപ്പ് ആയിട്ടില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഡിനോസേഴ്സിന്റെ കാര്യം, ഭയങ്കര ഹ്യൂജ് പവർഫുൾ ആയിരുന്നു, പക്ഷെ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഐസ് ഏജ്, നല്ല തണുപ്പ് കാലം വന്നപ്പോൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആയില്ല. അങ്ങനെയാണ് അതെല്ലാം ചത്തുപോയി എന്നാണ് പറയുന്നത്. അത് പിന്നീട് അതിന് പകരമുണ്ടായ മാമൽസ് അതിന് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് കൂടുതലായിരുന്നു. ഇതെല്ലാം നീതി എന്നുള്ള മെമ്മറി കൊണ്ട് സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. ഇൻസ്റ്റിങ്ക്റ്റ് മാറി. ഡിനോസേഴ്സിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആയിരുന്നില്ല ഈ അനിമൽസിൽ വന്ന ഇൻസ്റ്റിങ്ക്റ്റ്. അവർക്ക് മാറി, അവർ പെട്ടെന്ന് തന്നെ അഡാപ്റ്റഡ് ആയി ജനിച്ച ഉടനെ തന്നെ. പിന്നീട് വന്ന മൃഗങ്ങളെല്ലാം അഡാപ്റ്റഡ് ആയി തോന്നും. പക്ഷെ മനുഷ്യന്റെ ഈ ഒരു ഇൻബോൺ പാറ്റേൺ അത് ഡെവലപ്പ് ആയിട്ടില്ല, അത് സമയമെടുക്കും ഡെവലപ്പ് ആകാനായിട്ട്. ആ ഇൻബോൺ പാറ്റേൺ പറഞ്ഞ പേരാണ് നെബുലേ. ആ ഒരു പൊട്ടൻഷ്യൽ ഇൻബോൺ ആയിട്ട് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് മനുഷ്യർക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ മോണ്ടസോറി വിളിച്ചതാണ് നെബുലേ. ആക്ച്വലി നെബുലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്റ്റാർസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിങ്ങനെ പൊട്ടും പൊടിയായിട്ട് കുറെ എനർജി സോഴ്സസ് കുറെ ഭാഗത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്നു. ഇതെല്ലാം കൂടെ ഫോം ചെയ്ത് സ്റ്റാർ ആകുന്നു, അല്ലെ? നല്ല ബ്യൂട്ടിഫുൾ സ്റ്റാർ ആയി മാറുന്നു. അപ്പൊ ഇതിന് അങ്ങനെ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടന്നിരുന്ന ഈ ഒരു പൊട്ടൻഷ്യലിനെ നെബുലേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് മറിയ മോണ്ടസോറി ആ വേർഡ് കടമെടുത്തത്. മനുഷ്യരിലും അതുപോലെ തന്നെ എനർജി സോഴ്സ് ഉണ്ട്, അത് പക്ഷെ സമയമെടുത്താണ് മുഴുവനായിട്ട് രൂപപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ നെബുലേ എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിൽ ഇതുപോലെ എനർജി അവിടെ ഇവിടെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്, അതിനെ പറയുന്ന പേര് നെബുലേ എന്നാണ്. അപ്പൊ മനുഷ്യരിലെ ഇതിനെ എന്താ പറയാ, മോണ്ടസോറി അങ്ങനെ ഒരു പേര് കൊടുത്തു, നെബുലേ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അപ്പോ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതിനെല്ലാം ഒരുമിച്ച് ചേർത്ത്
ഒരു എനർജി സോഴ്സ് ആക്കുന്നു. അപ്പൊ ഹോമാണ് അങ്ങനെ ഒരുമിച്ച് ചേർത്ത് എനർജി സോഴ്സ് ആക്കുന്നത്. ഹോം, നീമി, നെബുലെ. ഹോം എന്ന് പറയുന്നത് നമുക്കുള്ളൊരു വൈറ്റൽ എനർജിയാണ്, ഒരു ഫോഴ്സ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. നീമി, നമുക്ക് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിയാവുന്ന ഒരാളാണ് നീമി എന്നുള്ള മെമ്മറി. ഈ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട്. ഹോമിനോട് പറയണം ആൾക്ക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഹോം ആ പൊട്ടൻഷ്യലിനെ നല്ല രീതിയിൽ ഫോം ചെയ്ത് ആളെ കൊണ്ട് ആ പണിയെന്ന് ചെയ്യിപ്പിക്കും. നെബുലേനെ പുഷ് ചെയ്യുന്നു, ഹോമാണ് പുഷ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം കുട്ടികൾ ജനിക്കുമ്പോ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ലാംഗ്വേജ് അറിയില്ല, പക്ഷെ അവർ ട്രൈ ചെയ്യും, ഭയങ്കരമായിട്ട് അവർ എഫേർട്ട് എടുക്കും. നമ്മൾ എന്തെങ്കിലും സംസാരിക്കണ കാണുമ്പോൾ അവരത് ശ്രദ്ധിച്ചിട്ട് ലിപ്പിന്റെ മൂവ്മെന്റിനനുസരിച്ച് അവരെന്തൊക്കെയൊക്കെയോ പറയാനായിട്ട് ശ്രമം നടത്തുന്ന നമ്മൾ കാണും ചെറിയ പ്രായത്തിൽ. പക്ഷെ ജനിക്കുമ്പോ തന്നെ അതില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ഏത് ലാംഗ്വേജും പഠിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഓൾറെഡി കുട്ടികളുടെ കയ്യിലുണ്ട്. ആ നെബുലെ കുട്ടിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ഫർദർ ടൈം വരുമ്പോഴേക്കും ആ കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയി കഴിയുമ്പോൾ പിന്നെ ആ എനർജി സോഴ്സിന്റെ ആവശ്യമില്ല, അതങ്ങ് ഡിസപ്പിയർ ആവും. പിന്നെ മദർ ടങ്ങിന്റെ അത്രയും ഫ്ലുവന്റ് ചിലപ്പോൾ മറ്റതിലാകില്ല. പിന്നെ അത് പഠിച്ച് യൂസ്ഡ് ചെയ്ത് പഠിച്ചു വരുമ്പോഴാണ് പിന്നെ അത് ഫ്ലുവന്റ് ആയിട്ട് വരുന്നത്. മനുഷ്യർക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് ഫുള്ള് രൂപം വന്ന ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല, പക്ഷെ അവർക്ക് ഈ നെബുല ഉണ്ട്. ഈ നെബുലേനെ കറക്റ്റ് ഫോമിലാക്കി ഹോമാണ് പുഷ് ചെയ്യുന്നത്. സമയമെടുത്ത് ആ നെബുല അങ്ങോട്ട് ഡെവലപ്പായി വരും. ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ അത് തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ്, ഒരു സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഫോമിലേക്ക് ആവും. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അങ്ങനെയില്ലേ, സൈക്കിൾ ഓടിക്കാൻ, സ്കൂട്ടർ ഓടിക്കാൻ, കാർ ഓടിക്കാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടറിലൊന്നും ഇല്ലാതെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകും, ചെറിയ മിസ്റ്റേക്കുകൾ വരും, പക്ഷെ പിന്നെ അങ്ങോട്ട് അതങ്ങ് ശരിയാകും. അതുപോലെ പിന്നെ മെയിൻ കാര്യങ്ങൾ അതൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞുള്ളൂ. കൂടുതൽ കുറേ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങളോർത്ത് ടെൻഷൻ ആകണ്ട. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. നമുക്കറിയാം കോൺഷ്യസ് മൈൻഡ് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ അതും റെസ്റ്റ് എടുക്കും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഓൾവേസ് വർക്കിംഗ്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ കൂടിയും ആ ഒരു മൈൻഡിൽ സ്റ്റോർഡ് ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർഡ് ആയിരിക്കും. ഒരു വ്യക്തി പഠിക്കുന്നു, അയാള് അതിൽ ഡെവലപ്പായിട്ട് വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ ചില റിഫ്ലക്ഷൻസ് കൊണ്ടാണ്. നമ്മൾക്കുണ്ടായ എല്ലാ എക്സ്പീരിയൻസിന്റെയും ഒരു കളക്ഷൻ ആണ് സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. പുതിയതായി വരുന്ന എൻവയോൺമെന്റിലെ പല ചേഞ്ചസുമായിട്ട് അഡാപ്റ്റഡ് ആകാനും നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളുടെയും ആ ഒരു എഫക്റ്റ് കൊണ്ട് നമുക്ക് പറ്റും. അതിൽ കിടക്കുന്നതിന്റെ പല റിഫ്ലക്ഷൻസും. ചില കാര്യങ്ങളെ കുറിച്ചൊരു പേടി ഉണ്ടാവും, അത് എത്ര പ്രായമായാലും ചിലപ്പോൾ ആ പേടി മാറിയിട്ടുണ്ടാവില്ല, കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമുക്ക് ആ ഒരു പേടി. ഒരു ഫാക്ടറി 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി പോലെ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങുമ്പോൾ റെസ്റ്റ് ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും. കുറെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു ലെസൺ പഠിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഡിഫറെന്റ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ പല കാര്യങ്ങൾ, ഫിസിക്കലി ഉണ്ടാകുന്ന ഡിഫറൻസസ്, ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമല്ലോ. അത് പിന്നെ കൈയുടെയും കാലിന്റെ ഷേപ്പ്, വായുടെ ഷേപ്പ്, നോസിന്റെ ഷേപ്പ്, അങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പിന്നെ ഭയങ്കര സംസാരിക്കുന്നതിന്റെ ആ ഒരു സ്പീഡ്, കാര്യങ്ങൾ, നടക്കുന്നതിന്റെ സ്റ്റൈല്, ഹെയർ സ്റ്റൈല്, ഇതൊക്കെ ഫിസിക്കലി വരുന്ന ഡിഫറൻസസ് ആണ്. മെന്റൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മൾ തിങ്കിങ് പവേഴ്സ്, പവർ ഓഫ് ഇമാജിനേഷൻ എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, കോൺസെൻട്രേഷൻ എക്സെട്ര, ഇതെല്ലാം മെന്റൽ ഡിഫറൻസസ് വരും. ഇപ്പൊ ആളുകൾക്ക് ബുദ്ധിയുടെ കാര്യത്തിൽ, ജനറൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ പല ആളുകളും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ IQ, ബാക്കി പറയുന്ന സെന്റൻസുകളൊന്നും പറയാൻ എനിക്കത് താല്പര്യമില്ല. നമ്മുടെ ടെക്സ്റ്റ് ലൈനിന്റെ ആവശ്യമില്ല. ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് മാറ്റും. നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ ഇഡിയറ്റ് എന്നൊന്നും പറയാൻ, അങ്ങനെ ജഡ്ജ് ചെയ്ത് പറയാനുള്ള അത് റൈറ്റ്സ് ഇല്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഇന്റലിജന്റ് ലെവൽ അല്ലെ. ഒരാളെ വെറുതെ പൊട്ടൻ, മണ്ടൻ, ഫൂൾ എന്നൊക്കെ പറയാനുള്ള യാതൊരു റൈറ്റ്സും നമുക്ക് ആർക്കില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു വേർഡ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ജീനിയസ് നമ്മൾ ഓക്കെ, ഇറ്റ്സ് എ പോസിറ്റീവ് വേർഡ്, ഓക്കെ എന്ന് പറഞ്ഞ ഒരാൾ ഫൂൾ ആണെന്ന് നമ്മൾ പറയാൻ പാടില്ല. മോട്ടോർ എബിലിറ്റിയിലെ ഡിഫറൻസ്, ആളുകൾ മൂവ് ചെയ്യുന്നതിന്റെ ഡാൻസേഴ്സ്, ചില ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയുടെ മൂവ്മെന്റ് കാണുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, കാണാൻ ഭയങ്കര ഗ്രേസ് ആണ്, ഭംഗിയാണ്. ചിലർ കളിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് അത്രയും ഒരു ഇത് വരില്ലായിരിക്കും, ഗ്രേസ് വരില്ലായിരിക്കും. ആ മൂവ്മെന്റിലുള്ള വ്യത്യാസം. പിന്നെ ഓടുന്നത്, സ്പീഡിൽ ഓടുന്നത് മൂവ്മെന്റിലാണല്ലേ. എല്ലാവരും ഫസ്റ്റ് വരുന്നില്ല. ആ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ് ഫസ്റ്റ് എത്തുന്നത്. പിന്നെ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ആളുകളുടെ താല്പര്യം, ടേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആ ഒരു ഡിഫറൻസ്. ചില ആളുകൾക്ക് മറ്റുള്ളവരെ കാണാനും ഗ്രൂപ്പായിട്ട് ഇരിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാകുന്നത്. സോഷ്യൽ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ ചിലർക്ക് നല്ല താല്പര്യമായിരിക്കും. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് പാട്ടിലായിരിക്കും ഇൻട്രസ്റ്റ്, ചിലർക്ക് ആർട്സിലായിരിക്കും ഇൻട്രസ്റ്റ്, ഡാൻസിലായിരിക്കും. അങ്ങനെ ചിലർക്ക് കുറച്ചുകൂടെ അറിവുകൾ നേടുക, യാത്രകൾ ചെയ്യുക, അങ്ങനെ ഓരോരോ ഇൻട്രസ്റ്റ് ആളുകൾക്ക്. പിന്നെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഡിഫറൻസ്, ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. മുകളിൽ പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, നമ്മളുടെ ഒരു ഇഷ്ടം ഏതിനോടാണ്. ഇത് ആറ്റിറ്റ്യൂഡ്, ആളുകളെ കാണുമ്പോൾ ഉള്ള ആറ്റിറ്റ്യൂഡ്. ഓരോരുത്തർക്കും പല ബിലീഫും ഐഡിയാസും എത്തിക്സും എല്ലാം ഉണ്ടല്ലേ. അതെല്ലാം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഭാഗം. പിന്നെ പല ആളുകളോട് പല രീതിയിൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടാവും. ചിലർ ഭയങ്കര അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയോട് നമ്മൾ അതിനനുസരിച്ചായിരിക്കും, അതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് അതിനനുസരിച്ച്. കുട്ടികളോടൊരു രീതി, മുതിർന്നവരോടൊരു രീതി, ഫ്രണ്ട്സിനോടൊരു രീതി, അതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇമോഷണൽ ഡിഫറൻസസ്, പലപ്പോഴും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ചിലർക്ക് പോസിറ്റീവ് ഇമോഷൻസ് നല്ല രീതിയിലുണ്ട്, അവരെപ്പോഴും ചിരിച്ച് എല്ലാവരുടെ സ്നേഹത്തോടുകൂടി, കുട്ടികളോട് അഫക്ഷനോടുകൂടി, പ്രായമായവരെ കെയർ ചെയ്ത്, അങ്ങനെ ആ ഒരു രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. ചിലര് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും അവരിൽ കൂടുതൽ, എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഒട്ടും പ്ലീസിങ് അല്ലാതെ എന്തിലും കുറ്റം കണ്ടുപിടിക്കും ആ ഒരു രീതിയിൽ. ചിലർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, മെച്യൂർ ആയിരിക്കും. ചിലര് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും, ചൈൽഡിഷ് ആയിരിക്കും, ഇമ്മച്യൂർ ആയിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. ഇമോഷണൽ ഡിഫറൻസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡിഷ് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ലവ്, അഫെക്ഷൻ, അമ്യൂസ്മെന്റ്, അതെല്ലാം ഇമോഷണൽ ഡിഫറൻസസ് ആണ്. 10th യൂണിറ്റ് അതായിരുന്നു. അതില് നമുക്ക് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹോം, നീമി, നെബുലേ, ഈ മൂന്നുമാണ് നിങ്ങൾക്ക് ഇച്ചിരി ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ കോൺഷ്യസ് മെമ്മറിയും സബ് കോൺഷ്യസ് മെമ്മറിയും. കോൺഷ്യസ് മെമ്മറി ഉറങ്ങുന്നു, റെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് 24 hours വർക്ക് ചെയ്യുന്നു. ഒരു ഫാക്ടറി പോലത്തെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആയിരുന്നു നമുക്ക് പറഞ്ഞത്. പോസിറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് ഇമോഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഫിസിക്കലി നമുക്കുള്ള ചേഞ്ചസ്, മെന്റലി നമുക്കുള്ള ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ ശരിക്കും യൂണിറ്റ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഫൈൻ. അപ്പൊ ഇനി ഇപ്പൊ 10കാർക്ക് എല്ലാ പോർഷൻസും കഴിഞ്ഞു. 11 യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ലാസ്റ്റ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് വർക്ക് സൈക്കിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് ലാസ്റ്റ് ടോപ്പിക് വന്നത്. ഞാൻ നൈറ്റിലെടുത്താൽ മതിയോ, അത് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യണം? ജസ്റ്റ് ഈ ടേംസ് കേട്ടതിന്റെ ഒരു ബ്രേക്ക് നല്ലതാന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ നൈറ്റ് 7:30 ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നുള്ള രീതിയിൽ അത് മതിയോ? എന്താ പറയുന്നത്? മതി മാം, ഞാൻ നൈറ്റിലെടുക്കാം. ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സിന്റെ മറ്റേ ചില ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലല്ലോ നമുക്ക്. ഞാൻ യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷൻ,
അത് മാത്രം ഞാനൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റിത്തരാം. അതിനകത്ത് കുറച്ച് ഏജ് പീരീഡ് ഒക്കെ വരുന്നു. ഏജ് പീരീഡ് ജനറലി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് എപ്പോഴും എല്ലാ കുട്ടികളിലും ശരിയാവണമെന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും റെഡിയാണ് നിങ്ങൾക്ക് തരാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 10നും 11നും ഞാൻ ഒരുമിച്ചത് കൊടുത്തേക്കാനായിട്ട് പറയാം. ഓക്കെ ദെൻ, അപ്പൊ നമുക്ക് ഈവനിങ് കാണാം. 10ല് താല്പര്യമുള്ളവർക്ക് ജോയിൻ ആകാം. നമുക്ക് ഓൾറെഡി കഴിഞ്ഞതാണ്. ഒന്നുകൂടെ കേൾക്കണം താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ജോയിൻ. ഓക്കെ, സോ നമുക്ക് 7:30 ആണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. 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 മിസ്, ഈ ചാപ്റ്ററിലെ ഈ അഡാപ്റ്റേഷൻ ഡെവലപ്മെന്റ് എഡ്യൂക്കേഷൻ ഇതൊക്കെയാണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം നമ്മളെ എക്സാമിന് വേണ്ടി? ഫോം നീം നെബുലയുടെ പറ്റി ഞാൻ ഹൈലൈറ്റ് ചെയ്ത് 2-3 സെന്റൻസുകൾ പറഞ്ഞില്ലായിരുന്നു. അതായത് ഒരു വൈറ്റൽ എനർജി ആണ്, ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. നീം എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെമ്മറി ആണ്. പിന്നെ നെബുലെ നമ്മൾക്കുള്ള ഒരു ഇൻബോൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ്. ഇതാണ് അത് 3 വേർഡിനും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ കുറെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അത് ഫുള്ള് വായിച്ച് മനസ്സിലാക്കണമെന്ന് പറയാം. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. വേറൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിരിക്കുന്ന ഫിസിക്സിലെ നെബുല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫോം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ ശരിക്കും ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതിയല്ലോ. മതി. ഓക്കെ, ഞാൻ മെയിൻ എക്സാമിന് സാധാരണ ഒരു റിവിഷനും കൂടെ വെക്കാറുണ്ട്. ഇതുപോലെ രാത്രിയാണ്, 7:30 ആയിരിക്കും. അപ്പൊ അതും കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. പേടിക്കണ്ട. ഓക്കെ മാം, താങ്ക് യു. ടേം എക്സാം ഒന്ന് കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ കേട്ടോ. റിവിഷൻ, മെയിൻ എക്സാമിനുള്ള റിവിഷൻ. ടേം 2 എക്സാമിനേഷൻ ഇല്ലേ 2 ഉള്ളത് മാം? അപ്പൊ ഈ 2-ാം തീയതിക്ക് മുന്നേ അപ്പൊ ഈ 7th ലെസൺ ഫുൾ ഉണ്ടാവില്ലേ എക്സാമിന്? തീർക്കണം. അപ്പൊ ഈ 2 ദിവസം കൊണ്ട് തീരണം അല്ലെ? 2 ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ എടുക്കും. രാത്രി നമ്മൾ എത്രത്തോളം എടുക്കാൻ പറ്റും നോക്കാം. മൺഡേ ഇന്ന ദിവസം 28 അല്ലേ? ഡിസംബർ 1. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. സാറ്റർഡേ നാളെ എനിക്ക് മറ്റേ മണിപ്പൂരി കുട്ടികൾക്ക് ക്ലാസ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം നാളെ വെക്കാൻ ഏതെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഞാൻ എടുക്കും. ഓക്കെ മാം. മിസ്സേ, ഈ ഓൺലൈൻ വൈവ ഏകദേശം എന്നായിരിക്കും എന്ന് അറിയാം? ഏത് ബാച്ച് കൊടുക്കാം? 11 ബാച്ച്. 10ന് ഡിസംബറില് ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല. 10th ബാച്ചുകാർക്ക് അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. 10ന്റെ ഒന്ന് ഓൾമോസ്റ്റ് ഒന്ന് ഫിനിഷ് ആകുമ്പോഴാണ് നിങ്ങളുടെ തുടങ്ങുള്ളൂ. പിന്നെ 2 പേർക്ക് മെയിൻ എക്സാം ഒരുമിച്ചായതുകൊണ്ട് പാരലലി നടത്തുമെന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടില്ല. അത് ഞാൻ പറയാം. ഓക്കെ മാം. ഇത്